പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. മാതാപിതാക്കളും സോദരർ ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏറിലും സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായമാണല്ലോ നമ്മുടെ ചിന്താവിഷയം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ നമുക്ക് വായിച്ച് കേൾക്കാം. സ്മുർണയിലെ സഭയുടെ ദൂതനെ എഴുതുക. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നു താനും, തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ആസിയിലെ 7 സഭകളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് ഇവിടെ 2-ാമത്തെ സഭയായ സ്മർണ സഭയാണ്. സ്മർണ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കയ്പ് എന്നാണ്. ബിറ്റർനെസ്. സ്മർണ ബിറ്റർനെസ്, കയ്പ് എന്നാണ്. കയ്പേറിയ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു സഭയാണ് സ്മർണയിലെ സഭ. ഒട്ടേറെ പീഡകൾ അവർ സഹിച്ചു. വളരെ യാതനയിലും വേദനയിലും അത് അവർ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തു. തീക്ഷ്ണതയോടെ വേല ചെയ്തൊരു സഭയാണ്. അല്പം പോലും തളരാതെ വേല ചെയ്തൊരു സഭയാണ്. അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ്. പക്ഷേ അവർ വേദനിച്ചപ്പോൾ കർത്താവ് അവരോടൊപ്പം വേദനിക്കുകയാണ് ചെയ്തത്. അവരുടെ വേദനയിൽ കർത്താവ് പങ്കുചേരുകയാണ് ചെയ്തത്. കർത്താവ് എല്ലാം കണ്ടുകൊണ്ടിരുന്നു. അവരുടെ ദൈവമക്കൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കർത്താവ് കണ്ടുകൊണ്ടിരുന്നു. അവരുടെ ദൈവമക്കൾ പലതരത്തിലുള്ളതായ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അതും കർത്താവ് കണ്ടുകൊണ്ട് നിന്നു. ഈ സ്മർണാസഭയിലെ ദൈവമക്കൾ കഷ്ടതയെ നേരിടേണ്ടി വന്ന അവസരങ്ങളിലെല്ലാം കർത്താവ് അവരെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം.
കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ട്. നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും, ഓരോ വലിയ അത്യാഹിതങ്ങൾ വരിക, വലിയ മാരകമായ രോഗങ്ങൾ വരിക, അതല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും പ്രിയപ്പെട്ടവർ കടന്നു പോകുക, നനച്ചിരിയാതെ കടന്നു പോവുക. ഇതൊക്കെ കൈപ്പേറിയ അനുഭവങ്ങളാണ്. കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ഓർക്കണം, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമെല്ലാം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവമെല്ലാം അറിയുന്നുണ്ട്. ദൈവം നമ്മെ സ്നേഹത്തോടെ കർത്താവ് നമ്മെ ചേർത്തണയ്ക്കാൻ തൃക്കര നീട്ടുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഷ്ടപ്പാടുകളിൽ കൂടി പോകുന്ന അനുഭവം ഉള്ളപ്പോൾ ഓർത്തുകൊള്ളണം, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ കഷ്ടത സഹിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടത സഹിക്കുന്നതിൽ കൂടി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമോ? ദൈവനാമം മഹത്വപ്പെടുമോ? കഷ്ടപ്പാടുണ്ട്, ദുരിതമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, വിയോഗങ്ങൾ, വിരഹങ്ങൾ, ആപത്തുകൾ, അത്യാഹിതങ്ങൾ, അപകടങ്ങളൊക്കെ ഉണ്ട്. ഇതല്ലേ, ഇതിൽ കൂടി ദൈവനാമം മഹത്വപ്പെടുമോ? ക്രിസ്തുവിൻ്റെ നാമത്തിൽ കഷ്ടം സഹിച്ചാൽ അത് നമുക്ക് പ്രതിഫലമുള്ളതാണ്. നമുക്ക് പ്രതിഫലമുള്ള അത്ഭുതകരമായ സ്നേഹം നമ്മിൽ കടന്നു വരുന്നൊരു അനുഭവമാണ്. ദൈവസ്നേഹം നമ്മിലേക്ക് പ്രവേശിക്കും. ദൈവസ്നേഹം നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്നു വരും. ക്രിസ്തുവിൻ്റെ നാമത്തിലാണെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടിയാണെങ്കിൽ. അപ്പോൾ നാം ഓർക്കണം, ദൈവത്തിൻ്റെ നാമത്തിൽ നാം നിൽക്കുമ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് കഷ്ടത വന്നാൽ നമുക്ക് ക്രെഡിറ്റാണ്, നമുക്ക് പ്രതിഫലമുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിൽ കഷ്ടതയേറ്റാൽ, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടതയേറ്റാൽ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ കഷ്ടതയേറ്റാൽ, ക്രിസ്തുവിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി കഷ്ടതയേറ്റാൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് വേണ്ടി കഷ്ടതയേറ്റാൽ, ക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്നുള്ള തീരുമാനത്തിന് വേണ്ടി കഷ്ടതയേറ്റാൽ, ക്രിസ്തുവിൻ്റെ വകയായി ജീവിക്കണമെന്നതായി തീരുമാനം കിട്ടിയ ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി കഷ്ടതയേറ്റാൽ, ക്രിസ്തുവിന് വേണ്ടിയാണ് കഷ്ടത ഏൽക്കുന്നത്. അവിടെ ആ കഷ്ടത ഏൽക്കുന്നയാൾക്ക് ദൈവസന്നിധിയിൽ വലിയ പ്രതിഫലം കിട്ടുകയാണ്. ഇവിടെ നമുക്ക് ആക്ഷേപം കിട്ടുന്നു, ഇവിടെ നമുക്ക് റിപ്രോച്ച്, പരിഹാസം കിട്ടുന്നു, ഇവിടെ നമുക്ക് പലതരത്തിലുള്ളതായ പീഡകൾ നേരിടുന്നു. ഒരു കാലത്ത്, ആദ്യകാലത്ത് 1-ാം നൂറ്റാണ്ടിൽ അന്ന് ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക്കാണ്, വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്, അപകടം പിടിച്ച കാര്യമാണ്. കാരണം ക്രിസ്ത്യാനിയായാൽ സർക്കാർ ജോലി കിട്ടുകയില്ല, ക്രിസ്ത്യാനിയായാൽ കടയിൽ നിന്ന് സാധനങ്ങൾ കിട്ടുകയില്ല. ക്രിസ്ത്യാനികളെ നിശേഷം ഒഴിവാക്കിയിരുന്നു ആ കാലത്ത്. ഇപ്പോഴും ഞാൻ കേൾക്കുന്നു, ഈജിപ്തിലെ ക്രിസ്ത്യാനികൾക്ക് ഇന്നും സർക്കാർ ജോലിയിൽ ഉയർച്ച കിട്ടുകയില്ല. സർക്കാർ ജോലിയിൽ കിട്ടുന്നതിന് പ്രയാസം. സർക്കാർ ജോലിയിൽ ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആകാൻ ആർക്കും സാധിക്കുകയില്ല, ക്രിസ്ത്യാനികൾക്ക് സാധിക്കില്ല, അവർക്കത് കൊടുക്കുകയില്ല. അവരൊരു അധകൃത വർഗമായിട്ടാണ് അവരെ കാണുന്നത്. അധകൃതം എന്ന് വെച്ചാൽ ഒരു താണ വർഗമായിട്ടാണ് അവരെ കാണുന്നത്. ഈജിപ്തിൽ ഇന്ന് നിലവിലിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഈ പറയുന്നത്. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, അവരെ ഏറ്റവും ശപിക്കപ്പെട്ടൊരു കൂട്ടരായിട്ടാണ് ചില സ്ഥലങ്ങളിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഈജിപ്തിലെ കോപ്റ്റിക് സഭയിലുള്ള 29 പേരെയാണെന്ന് തോന്നുന്നു ബസ് നിർത്തിയിട്ട്, വിപ്ലവകാരികൾ ബസ് നിർത്തിയിട്ട് അവരെ ആളിറക്കിയിട്ട് ക്രിസ്ത്യാനികൾ മാത്രം മാറ്റി നിർത്തി, ബാക്കിയുള്ളവർ ബസ്സിൽ കയറാൻ പറഞ്ഞു. നിർത്തി വെടിവെച്ച് കൊന്നു. പത്രത്തിൽ കണ്ടു കാണാം. ഇത് ക്രിസ്ത്യാനി എന്നുള്ള ആ ഒരു സ്ഥാനം, അത് ആ ഒരു ഒരൊറ്റ കാര്യത്തിൽ വെച്ചുകൊണ്ട് വലിയ പീഡകൾ നേരിടേണ്ടി വരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ത്യകാലത്ത് കൂടിക്കൂടി വരികയും ചെയ്യും. അതാണല്ലോ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. കഷ്ടതയുണ്ടാകും നിങ്ങൾക്ക്, ചിലർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, നിങ്ങളെ കൊല്ലുന്നതും ദൈവത്തിന് വഴിപാട് കഴിക്കുന്നത് വിചാരിക്കുന്ന കാലം വരുന്നു. ഒരു വിശ്വാസിയെ കൊന്നാൽ ദൈവത്തിന് വലിയ പ്രസാദമാണെന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അതാണ് ദൈവത്തിന് വഴിപാട് കഴിക്കുന്നത് വായിക്കും. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇടർച്ച വരരുത്, നിങ്ങൾ തെറ്റിപ്പോകരുത്, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നതാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ്, ദൈവത്തിന് വഴിപാട് കഴിക്കുന്നതായിട്ടാണ് ഈ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത്. അവർ പിതാവിനെയും എന്നെയും അറിയായിക കൊണ്ട് ഇങ്ങനെ ചെയ്യും. അവരിങ്ങനെ ചെയ്യുന്നതിന് കാരണം അവർക്ക് പിതാവായ ദൈവത്തെ അറിഞ്ഞുകൂടാ, പുത്രൻ പുരാനി അവർക്ക് അറിഞ്ഞുകൂടാ, ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞുകൂടാ, ക്രിസ്തു എന്തിനു വേണ്ടി വന്നു എന്നറിഞ്ഞുകൂടാ, ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചും അറിവില്ലാത്തത് കൊണ്ട് അവർ ഇങ്ങനെ ദൈവമക്കളെ ഉപദ്രവിക്കുന്നു.
അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി അതിൻ്റെ നാഴിക വരാൻ പോവുകയാണ്. ഭാവി കാലത്ത് ഇങ്ങനെയെല്ലാം വരും. അന്ന് ഇത് ഞാൻ നിങ്ങളുടെ മുൻകൂട്ടി പറഞ്ഞല്ലോ എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും, സമൂഹത്തിൽ നിന്ന് എതിർപ്പുകൾ വരും. നമ്മെ പലരും തെറ്റിദ്ധരിക്കും. സഭയുടെ ഏറ്റവും ഉന്നതന്മാരെന്ന് വിചാരിക്കുന്നവർ പോലും അവർ നമ്മെ ശരിയായി ധരിച്ചൊന്നും വരികയില്ല. വളരെ വളരെ ശ്രേഷ്ഠന്മാരായി കാണുന്ന പലരും നമ്മെ ഇന്നും വെറുക്കുകയും അറപ്പോടെ കാണുകയും ചെയ്യുന്നു. അങ്ങനെയാണത്. എന്തുകൊണ്ട്? നാം ക്രിസ്തുവിനെയാണ് സാക്ഷിക്കുന്നത്. ക്രിസ്തുവിനെ സാക്ഷിച്ചും ക്രിസ്തുവിന് വേണ്ടി ജീവിതം വാസ്തവമായി ബലിയർപ്പിച്ചും അങ്ങനെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി വേർതിരിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എതിർപ്പുകൾ വരുന്നു, നമുക്ക് ആക്ഷേപങ്ങൾ സഹിക്കേണ്ടി വരുന്നു, നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് വരുത്തുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വരുത്തുന്നു. ഇതെല്ലാം ഉണ്ടാകും. എന്നാൽ ഓർത്തുകൊള്ളുക, ഇതെല്ലാം കർത്താവ് മുൻകൂട്ടി പറഞ്ഞതാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ അത് ക്രിസ്തുവിന് വേണ്ടിയുള്ളതായ കഷ്ടതയായിരിക്കണം. നാം ഈ ലോകപ്രകാര കാര്യത്തിൽ ഇടപെട്ടു അതിൽ കഷ്ടത എന്ന് പറഞ്ഞുള്ളതുകൊണ്ട് ദൈവനാമം മുഖത്തപ്പെടുകയില്ല. ഒരു വേണ്ടാതിനത്തിന് വഴക്ക് കൂടുന്നിടത്ത് എന്നോ നിങ്ങളും വഴക്ക് കൂടുന്നിടത്ത് ഒരു ഭക്ഷണം പിടിച്ചു അടിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി, അതുകൊണ്ട് ദൈവനാമം മുഖത്തപ്പെടുകയില്ല. ക്രിസ്തുവിന് വേണ്ടിയല്ല. നിങ്ങളുടെ വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടോ പക കൊണ്ടോ വിദ്വേഷം കൊണ്ടോ പ്രത്യേക സ്നേഹം കൊണ്ടോ ചിലരോടുള്ള പ്രത്യേക അടുപ്പം കൊണ്ടോ നിങ്ങൾ ചില കാര്യങ്ങൾ ഇടപെട്ടു, അത് നിങ്ങൾക്ക് കേട് വന്നു, ദോഷം വന്നു, അത് ക്രിസ്തുവിന് മഹത്വം കിട്ടുകയില്ല. ക്രിസ്തുവിന് മഹത്വം കിട്ടണമെങ്കിൽ നാം ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിലായിരിക്കണം, ക്രിസ്തുവിൻ്റെ കെയർ ഓഫിലായിരിക്കണം, ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം നാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടും. ദൈവത്തിന് സ്തോത്രം. സ്മൃത സഭ പീഡിത സഭയാണ്. ആദ്യത്തെ സഭ എഫേസസ് സഭ അയഞ്ഞ സഭയാണ്, സ്നേഹം നഷ്ടപ്പെട്ട സഭ, അയഞ്ഞ സഭ. സ്മൃത സഭ പീഡിത സഭയാണ്, പീഡകളേൽക്കുന്നു, വലയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ സഹിക്കാനുള്ളത് പേടിക്കേണ്ട, വളരെ വലിയ യാതന നിങ്ങൾക്ക് വരാൻ പോവുകയാണ്, പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഒരു നിശ്ചിത കാലയളവിലേക്കുള്ളൂ. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ ആത്മീയ മർമ്മമാണ്. ചില കാലങ്ങളിൽ ചിലർക്ക് അടിക്കടി ആപത്തുകൾ വന്നുകൊണ്ടിരിക്കും. ചില കാലങ്ങളിൽ ചില കുടുംബങ്ങളിൽ അടിക്കടി ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ രോഗങ്ങളായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള നിന്നുള്ള എതിർപ്പായിട്ടായിരിക്കും. ചില കാലങ്ങളിൽ അങ്ങനെ തുടരെ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും, യാതന ഏറ്റുകൊണ്ടിരിക്കും. അത് ചില കാലങ്ങൾ അങ്ങനെയുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനം അത് വ്യക്തമായി പറഞ്ഞു തരുന്ന കാര്യമാണ്. ദൈവക്രോധം തീരുവോളം നിങ്ങൾ വാതിലടച്ച് രഹസ്യമായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് യെശയ്യാവ് പറയുന്നുണ്ട്. ദൈവക്രോധം കടന്നു പോകുവോളം നിങ്ങൾ ഈ വാതിലടച്ച് രഹസ്യമായി അറയിൽ കടന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന്. കാരണം ചില കാലങ്ങൾ ചിലരെ സംബന്ധിച്ച് ചില പ്രത്യേക ദുരിതത്തിൻ്റെ കാലങ്ങളാണ്. ആ കാലങ്ങളിൽ പ്രത്യേകം നാം പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. പ്രാർത്ഥനയോടെ ഇരുന്നില്ലെങ്കിൽ നമുക്ക് കേടുപറ്റും. എപ്പോഴാണ് ദുഷ്ടൻ നമ്മൾ വീഴിക്കാൻ വരുന്നത്, പിശാച് നമ്മൾ വീഴിക്കാൻ വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏത് സമയത്തും നാം വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. വളരെ കാര്യഗൗരവത്തോടെ നമ്മുടെ സാഹചര്യങ്ങളെ നാം നോക്കിക്കൊണ്ടിരിക്കണം. തെറ്റ് വരരുത് എന്നുള്ള നിർബന്ധമൊക്കെ ഉണ്ടായിരിക്കണം. ഒരു കാരണവശാൽ എന്തെല്ലാം സംഭവിച്ചാലും ശരി, എൻ്റെ നാവിൽ നിന്ന് ഒരു നുണയായൊരു വാക്ക് വരില്ല. എൻ്റെ നാവിൽ നിന്ന് മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുന്നൊരു വാക്ക് വരില്ല. എൻ്റെ നാവിൽ നിന്ന് ആരെയും മുറിപ്പെടുത്തുന്നൊരു വാക്ക് വരികയില്ല. ഇതൊക്കെ ചില നിഷ്ഠകളാണ്, ചില പ്രതിഷ്ഠകളാണ്, തീരുമാനങ്ങളാണ്. എൻ്റെ നാവിൽ നിന്ന് ആരെയും ചെറുതാക്കുന്നൊരു വാക്ക് വരികയില്ല, ആരെയും തരംതാഴ്ത്തുന്നൊരു വാക്ക് വരികയില്ല, ആരെയും പുച്ഛിക്കുന്നൊരു വാക്ക് വരികയില്ല. എൻ്റെ നാവ് ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുത്തതാണ്. ക്രിസ്തു എന്ത് സംസാരിക്കുന്നുവോ അത് സംസാരിക്കാനുള്ള നാവാണ് എൻ്റെ നാവ്. അങ്ങനെ നിങ്ങൾ ഓരോരോ അവയവവും ക്രിസ്തുവിന് വേണ്ടി വേർതിരിച്ച് വയ്ക്കുമ്പോഴാണ് നിങ്ങൾ ആത്മാവിൽ വളരുന്നത്. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് അണമുറിയാതെ ഒഴുകുന്നത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹം കിട്ടും, ആത്മാവിനെ കിട്ടും, സ്നേഹം കിട്ടും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കിട്ടും. ആത്മാവ് നിങ്ങൾ വളർന്നു വരും. നിങ്ങളുടെ ഈ കൊച്ചു ഹൃദയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവ് വളർന്ന് അവിടെ മുഴുവൻ തിങ്ങുന്ന രീതിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രകാശം കൊണ്ട് തിങ്ങുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് തിങ്ങുന്ന ഒരനുഭവം നിങ്ങൾക്ക് കിട്ടും. ഇന്ന് നമുക്ക് ദുരിതങ്ങളുണ്ട് എന്നുള്ളതിൽ നാം വ്യസനിക്കരുത്, നാം ഭാരപ്പെടരുത്. പക്ഷേ ഈ ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിലാണോ എന്ന് ഓർക്കണം. യേശുക്രിസ്തുവിന് മഹത്വം കിട്ടുമോ എന്ന് ഓർക്കണം. എൻ്റെ ദുരിതങ്ങൾ മൂലം സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കിട്ടുമോ? നാം പ്രാർത്ഥിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ നാമം മഹത്വപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ,
നിൻ്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിൻ്റെ നാമം ഈ എന്നിൽ കൂടി ഈ ഭൂമിയിൽ മഹത്വപ്പെടണം. നിൻ്റെ നാമം ഈ പറയുന്ന, ഈ പ്രാർത്ഥിക്കുന്ന ഈ പാവപ്പെട്ട ദൈവവേദിയിൽ കൂടി നിൻ്റെ നാമം ഭൂമിയിൽ മഹത്വപ്പെടണം. ദൈവത്തിന് മഹത്വം ലഭിക്കണം. നിത്യനായ ദൈവം സകല ചരാചരങ്ങളെയും നിർമ്മിച്ചുളവാക്കി അതാതിൻ്റെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന നിത്യനായ ദൈവം എന്നിൽ കൂടി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തണം. അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ പക്ഷത്ത് ഞാൻ നിൽക്കണം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിക്കും, ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്താണോ? ദൈവത്തിൻ്റെ പക്ഷത്താണോ ഞാൻ നിൽക്കുന്നത്? ഏതെങ്കിലും കാര്യത്തിൽ ശത്രുപക്ഷത്തേക്ക് ചാഞ്ഞു പോയിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ പിശാചിന് ഞാൻ ചെവി കൊടുത്തു പോയിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക് ഞാൻ വഴിപ്പെട്ടു പോയിട്ടുണ്ടോ? സാത്താൻ അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. ആരെ വിഴുങ്ങേണ്ടു? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നു. ഓരോരുത്തരെയും വിഴുങ്ങാൻ അലർന്ന സിംഹം പോലെ ചുറ്റി നടക്കുകയാണ്. അലർന്ന സിംഹം, അവൻ ഭീകരനാണ്. സാത്താൻ ഭീകരനാണ്. അലർന്ന സിംഹം പോലെ ചുറ്റി നടന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അവൻ ഉപായരൂപേണ മാലാഖയുടെ വേഷം ധരിച്ചു വരും. മാലാഖയുടെ വേഷത്തിൽ വെളിച്ചദൂതനായിട്ട് വരും. ഇതൊന്നുകൂടി പറ്റിയില്ലെങ്കിൽ അവൻ വ്യാജം പറഞ്ഞുകൊണ്ട് വരും. സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ ഉപായത്താൽ ചതിക്കും. പല വിധത്തിൽ, ഏതെല്ലാം വിധത്തിൽ ഒരുത്തൻ വീഴിക്കാൻ പറ്റുമോ ആ വിധത്തിലെല്ലാം നോക്കും. നിങ്ങൾ ഓർക്കണം, എൻ്റെ ശത്രുവായി ഒരു ഭീകരനുണ്ട്. അവൻ്റെ കിങ്കരന്മാർ ഈ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ അയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മ സേനകൾ അത് സാത്താൻ്റെ കിങ്കരന്മാരാണ്, സാത്താൻ്റെ വേലക്കാരാണ്, സാത്താൻ്റെ ഏജൻറ്റുമാരാണ്. ഈ സാത്താൻ്റെ ദൂതന്മാരായി അന്തരീക്ഷത്തിൽ തിങ്ങി നിൽക്കുന്ന ഒരൊറ്റ പിശാചിനും ഞാൻ ഇടം കൊടുക്കുകയില്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില നിഷ്ഠകൾ വേണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു കാരണവശാലും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ശരി, ജോലി നഷ്ടപ്പെട്ടാലും ശരി, അല്ല ശമ്പളം കുറഞ്ഞു പോയാലും ശരി, എന്തെല്ലാം വന്നാലും ശരി, എൻ്റെ യേശുവിന് മഹത്വം കിട്ടണം. എൻ്റെ യേശു വ്യസനിക്കരുത്, എൻ്റെ യേശു കരയരുത്, യേശു എന്നെ നോക്കി ദുഃഖത്തോടെ നിൽക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ചിന്ത നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നതാണ്, 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവമുണ്ടാകും, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോവുകയാണ്. പിശാച് ചിലരെ തടവിലാക്കാൻ പോകുന്നു. സാത്താൻ്റെ തടവറയിൽ നാം കിടക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വന്ന് നാം പിശാചിൻ്റെ മുമ്പിൽ നാം തോറ്റുപോകുന്നു, നാം വലഞ്ഞു പോകുന്നു. നമുക്ക് വേണമെന്നുണ്ട്, ജയം വേണമെന്നുണ്ട്, നാം അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഇനി ഞാൻ നുണ പറയില്ല, ശരി. ഇനി ആരെയും പരിഹസിക്കില്ല, ശരി. ഇനി എൻ്റെ ജീവിതത്തിൽ 10 പൈസ ക്രമക്കേട് വരികയില്ല, ശരി. 10 പൈസ ദൈവം അറിയാതെ എൻ്റെ കയ്യിൽ വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. 10 പൈസ ദൈവം പ്രസാദിക്കാത്തതിൽ ഞാൻ ചെലവഴിക്കുകയില്ല. ചില ചില നിഷ്ഠകൾ നമുക്കുണ്ട്, ചില പ്രതിഷ്ഠകൾ, ചില തീരുമാനങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ആ തീരുമാനത്തിൽ കൈവയ്ക്കാനാണ് പിശാച് വരുന്നത്. നമുക്കുള്ള തീരുമാനങ്ങളിൽ നമ്മെ അവിടെ ഉടച്ചു കളയാനാണ് പിശാച് വരുന്നത്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണ്? നാം എപ്പോഴും ദൈവത്തോട് പറ്റി ചേർന്ന് നിൽക്കണം. എപ്പോഴും കർത്താവിൻ്റെ കൈയോട് ചേർന്ന് നിൽക്കണം, കർത്താവിൻ്റെ പ്രവൃത്തിയോട് ചേർന്ന് നിൽക്കണം, കർത്താവിൻ്റെ മക്കളോട് ചേർന്ന് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മക്കളോടും കർത്താവിൻ്റെ പ്രവൃത്തിയോടും കർത്താവിൻ്റെ വചനത്തോടും ചേർന്ന് നാം നിന്ന് പോയാൽ നമുക്ക് ജയിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ഭാഗ്യവശാൽ വചനം കിട്ടുന്നുണ്ട്, നമുക്ക് ഇതുപോലെ കൂടി വരാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നാം കടന്നു പോവില്ലേ? ഒരു ദിവസം, എപ്പോഴോ ഒരു ദിവസം. നിങ്ങൾ പ്രത്യേകം ഓർക്കണ കാര്യം, ഒരു ദിവസം ഞാനും കടന്നു പോകും. ശവസംസ്കാര ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുമ്പോൾ നമുക്കും ഉള്ളിൽ ചിന്ത വരും, ഇതുപോലെ ഒരു ദിവസം എൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കും, അനേകർ വന്ന് ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കും, അനേകർ വേദവസ്തം വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പട്ടക്കാർ വന്നു വരും, ഇങ്ങനെ പല സ്നേഹിതന്മാർ വന്നു വരും. ഇങ്ങനെയെല്ലാം ഉള്ള ആ സാഹചര്യം ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് തോന്നാവുന്നതാണ്, അഥവാ തോന്നേണ്ടതുമാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അപ്പോൾ ഓർത്തുകൊള്ളണം, എൻ്റെ ആ അന്തിമ വിനാഴികയിൽ എൻ്റെ അരികത്ത് പിശാചുക്കളൊന്നും നിൽക്കാനിട വരരുത്. എൻ്റെ ഡെഡ് ബോഡിയുടെ അരികത്ത് പിശാചുക്കളൊന്നും നിൽക്കാനിട വരരുത്. എൻ്റെ ശവശരീരത്തിൻ്റെ അരികത്ത് പിശാചുക്കളൊന്നും നിൽക്കാനിട വരരുത്. അനേകം ദൈവമക്കൾ വരുന്നു പോകുന്നു, പക്ഷേ പിശാചുക്കൾ ചുറ്റി നിൽക്കാനിട വരരുത്. അവിടെ ദൈവത്തിന് മാലാഖമാർ ഒന്ന് നിൽക്കണം. ദൈവത്തിന് മാലാഖമാർ കോട്ട കെട്ടിക്കൊണ്ട് നിൽക്കണം. ദൈവത്തിന് മാലാഖമാർ തിരിയുന്നവളുടെ ജ്വാലയുമായി അവിടെ ചുറ്റും നിൽക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ ഒരു വ്രതമായിരിക്കണം. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരിക്കണം, വാഞ്ചയായിരിക്കണം. ഞാനൊരു ദിവസം കടന്നു പോകും. അന്ന് എൻ്റെ ദൈവം എന്നെ നോക്കി ദുഃഖിക്കുന്നതിലായിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും?
എല്ലാവരും പോകുന്ന പോലെ ഞാനും പോകും, എക്കരയ്ക്ക് അങ്ങ് പോകും, ഒരു ദിവസം അങ്ങ് പറന്നു പോകും. എന്നാൽ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവേ, ദൈവസന്നിധിയിലേക്കല്ല ഞാൻ പോകുന്നതെങ്കിൽ, നിത്യമായ അന്ധകാരത്തേക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ, പാതാളത്തിൻ്റെ യാതനയിലേക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ, അയ്യോ എന്തൊരു മഹാകഷ്ടം, എന്തൊരു തീരാവേദന. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം എനിക്ക് തന്നിരിക്കുന്നു. ഈ ദിവസം ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. സ്തോത്രം. എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്, ഞാൻ വെച്ച് മാറുകയാണ്. എനിക്ക് ഈ ഭൂമിയിൽ വിലപ്പെട്ടതെന്ന് തോന്നുന്നതെല്ലാം വില കുറഞ്ഞതാണ്, വിലയില്ലാത്തതാണ്. ഞാനിന്ന് വിലപ്പെട്ടതായി കാണുന്ന മനുഷ്യരുടെ ബഹുമാനം, മനുഷ്യരുടെ പ്രീതി, മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ തൊടാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ യേശു എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എൻ്റെ കർത്താവ്, തൻ്റെ തിരുവിലാവ് തുറന്ന് ചെഞ്ചോരി ഒഴുക്കി എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവ്, പിശാചിൻ്റെ കയ്യിൽ നിന്ന് എന്നെ പിടിച്ചു വാങ്ങിയ എൻ്റെ യേശു, സാത്താൻ്റെ കയ്യിൽ നിന്നും പിശാചിൻ്റെ കാരാഗ്രഹത്തിൽ നിന്നും എന്നെ പുറത്തേക്ക് ബന്ധനമഴിച്ച് കൊണ്ടുവന്ന എൻ്റെ യേശു, പാപച്ചെളിയിൽ നിന്ന് എന്നെ ഉദ്ധരിച്ച എൻ്റെ യേശു, പാപത്തിൻ്റെ സ്വഭാവത്തിൽ മലിനപ്പെട്ടുകൊണ്ടിരുന്ന എൻ്റെ ആളത്വത്തെ രൂപാന്തരപ്പെടുത്തി എനിക്ക് എൻ്റെ ആളത്വത്തെ വിശുദ്ധീകരിച്ചു തരുന്ന എൻ്റെ യേശു, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന എൻ്റെ കർത്താവ്, എനിക്ക് ശോഭനമായി ഭാവി തരാമെന്ന് പറയുന്ന എൻ്റെ യേശു, അതിമനോഹരമായൊരു ഭാവി നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് മകളെ എന്ന് പറയുന്നതായ ദൈവത്തിൻ്റെ സ്നേഹം, എനിക്കത് മറക്കാനൊക്കെയില്ല. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് എനിക്ക് ഒരു കാരണവശാലും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെ മറികടക്കാൻ പറ്റുകയില്ല. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശു. എപ്പോഴും ഈ ഒരു ഗത നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം, എപ്പോഴും. അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഏതേത് വ്യാപാരങ്ങളാണെങ്കിലും ഏതേത് കാര്യങ്ങളാണെങ്കിലും അപ്പോഴെല്ലാം ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കണം, എൻ്റെ യേശു. മനുഷ്യരെ നമുക്ക് മറയ്ക്കാം, മനുഷ്യരെ നമുക്ക് ഒളിച്ചു വയ്ക്കാം, ഒരു പ്രയാസമില്ല. ചിലപ്പോൾ അമ്മ അറിയണമെന്നില്ല, അപ്പൻ അറിയണമെന്നില്ല, അല്ല നമ്മുടെ സഹോദരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരറിയണമെന്നില്ല, ഭാര്യ അറിയണമെന്നില്ല, ഭർത്താവ് അറിയണമെന്നില്ല. മനുഷ്യനെ മറയ്ക്കാം, സാധിക്കും. പക്ഷേ എൻ്റെ യേശുവിനെ മറയ്ക്കാൻ ഒക്കുകയില്ല, ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ മറയ്ക്കാൻ ഒക്കുകയില്ല, നിത്യനായ ദൈവത്തെ മറയ്ക്കാൻ ഒക്കുകയില്ല. ദൈവത്തിൻ്റെ എല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്, എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കൂ, നിങ്ങൾ ഒരാളോട് പരിഹാസസ്വരത്തിൽ പറയുകയോ കോപസ്വരത്തിൽ പറയുകയോ നിങ്ങളൊരാളെ ആക്ഷേപിക്കുന്ന രീതിയിൽ പറയുകയോ ചെയ്യുമ്പോൾ കർത്താവ് എങ്ങനെ കാണും നമ്മളെ? ആ സമയത്ത് കർത്താവ് എങ്ങനെയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ കർത്താവിനെയാണ് കാണേണ്ടത്, കൂട്ടായ്മക്കാരെയല്ല കാണേണ്ടത്, കൂട്ടായ്മയിലുള്ള ദൈവമക്കളെയല്ല കാണേണ്ടത്. സ്നേഹിതരെ, ഞാൻ പറയട്ടെ, നാം ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരാനുള്ള ഒരു മുഖാന്തരം എന്നേ ഉള്ളൂ. ഇതൊരു വേദി, കർത്താവ് കൃപയാൽ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ളൊരു വേദി തന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ ഈ കൂട്ടായ്മയ്ക്കെല്ലാം അതീതനായി നിൽക്കുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മയ്ക്കെല്ലാം അതീതനായി നിൽക്കുന്നൊരു യേശു, കൂട്ടായ്മയേക്കാൾ ഉന്നതനായ യേശു. ഇവനെത്ര മഹാനെന്ന് നോക്കുവീൻ. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപിയോട് വേറുപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. സ്തോത്രം. ഇബ്രാഹിം കർത്താവ് പറയും, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യ സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ഇങ്ങനെയുള്ളൊരു മഹാപുരോഹിതനാണല്ലോ നമുക്ക് വേണ്ടിയത്. നമ്മുടെ മഹാപുരോഹിതൻ കർത്താവായ യേശു ക്രിസ്തു ആരാണ്? പവിത്രനാണ്, നിർദോഷനാണ്, നിഷ്കളങ്കനാണ്, പാപികളോട് വേർവിട്ടവനാണ്, സ്വർഗത്തേക്കാൾ ഉയർന്നവനാണ്, സ്വർഗത്തേക്കാൾ ഉയർന്നവൻ. സ്തോത്രം. ഇന്നത്തെ പള്ളിയേക്കാൾ വലിയവൻ, ഇന്നത്തെ ഭദ്രാസനങ്ങളെക്കാൾ വലിയവൻ, ഇന്നത്തെ ബാബാമാരേക്കാളും ഇന്നത്തെ മെത്രാസന്മാരെക്കാളും വലിയവൻ, ഇന്നത്തെ സുവിശേഷന്മാരേക്കാൾ വലിയവൻ, ഇന്നത്തെ വിശുദ്ധന്മാരേക്കാൾ വലിയവൻ. സ്തോത്രം. വിശുദ്ധന്മാരുണ്ട് ലോകത്ത്, അവരേക്കാളും വലിയവൻ. നിങ്ങൾ കാണണം, ആ ഉന്നതനായ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് നാം. നമ്മുടെ പദവി നിസ്സാരമല്ല. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് നാം, ദാസിമാരാണ് നാം, അവൻ്റെ ശിഷ്യരാണ് നാം ഓരോരുത്തരും. ഈ ഒരു ഗൗരവമേറിയ ചിന്ത നിങ്ങളുടെ ഉള്ളത്തിൽ ഭരിച്ചാൽ നിങ്ങൾ കരുതലോടെ ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. 10 ദിവസത്തേക്ക് ഉപദ്രവം ഉണ്ടാകും, നീ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ പറയുന്നത് ഭയപ്പെടേണ്ടെന്നാണ് പറയുന്നത്. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും, നീ പേടിക്കേണ്ട. എന്തിന് മനുഷ്യരെ പേടിക്കണം? മനുഷ്യരെ പേടിക്കണം? നമ്മുടെ ഹൃദയം ചൊവ്വാണെങ്കിൽ മനുഷ്യരെ പേടിക്കേണ്ടി വരികയില്ല. തീർച്ചയായിട്ടും ഞാൻ പറയാം, ഇപ്പം നമ്മുടെ ഹൃദയത്തിൽ പാവമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കർത്തസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. അത് അഹമ്മദിയോടുള്ള കടന്നുചെല്ലല്ല,
പരീക്ഷ മനോഭാവത്തോടെയല്ല, ഞാനെല്ലാം ഓൾ റൈറ്റ് ആണെന്ന് ചുമ്മാ വെറുതെ ചിന്തിച്ചുകൊണ്ട് ചെല്ലുകയല്ല. ഇത്ര നാൾ ഞാൻ തോറ്റുകൊണ്ടിരുന്ന പാപങ്ങൾ എനിക്ക് ജയം കിട്ടി. എൻ്റെ സ്വയം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഞാനെന്നുള്ള ഭാവം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ലോകത്തിന് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഈ ലോകം ഒരു ആശ്രയസ്ഥാനമല്ല. എനിക്ക് പരമോന്നതനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് അവിടെ കുമ്പിടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇതാണ് ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പിന്നെ നമുക്ക് ഭൗതികമായ കാര്യങ്ങളിലൊന്നും ഭാരങ്ങളൊന്നും വരികയില്ല, പാപം വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു മാത്രമാണോ ലക്ഷ്യമെന്ന് ചിന്തിക്കണം. യേശുക്രിസ്തു മാത്രമാണോ നിങ്ങളുടെ ഉന്നമെന്ന് ചിന്തിക്കണം. യേശുക്രിസ്തു മാത്രമാണോ നിങ്ങളുടെ ലാക്കെന്ന് ചിന്തിക്കണം. ക്രിസ്തു മാത്രമാണോ എൻ്റെ ജീവിതത്തിൻ്റെ ലാക്ക്? ക്രിസ്തുവിൽ മാത്രമാണോ ഞാൻ ആശ്രയിക്കുന്നത്? ലോകത്തിലേക്ക് എന്തെങ്കിലും ഇന്ന് ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ ബഹുമതി വേണമെന്നോ, ആളുകളുടെ പ്രശംസ വേണമെന്നോ, ആളുകളുടെ മുമ്പിൽ ആളാകണമെന്നോ, മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകുക, ഷൈൻ ചെയ്യുക, ഇതൊന്നും എനിക്ക് വിഷയമേ അല്ല. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾ ചിന്തിക്കണം. ആളുകളുടെ മുമ്പിൽ വിളങ്ങാൻ ആഗ്രഹിക്കരുത്, ചിന്തിക്കരുത്. എപ്പോഴും എനിക്ക് ഷൈൻ ചെയ്യണ്ട, എനിക്ക് ആളാകണ്ട, എനിക്ക് നേതാവാകണ്ട. ഞാൻ എൻ്റെ കർത്താവേ നിൻ്റെ അടിമ, നിൻ്റെ മക്കളുടെയും ദാസൻ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ മക്കളുടെയും പാദം കഴുകേണ്ടവൻ, അത് ഞാൻ തയ്യാറാണ് കർത്താവേ. ഇങ്ങനെയുള്ളൊരു എളിമയുടെ മനോഭാവം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ സ്മരണാസഭയ്ക്കുള്ള ദൂതിൻ്റെ ഈ ഒരു അംശം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ. നിങ്ങൾക്ക് വരുന്നതായ പരീക്ഷകൾ വരുമ്പോൾ പതറാതെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിങ്ങൾ ധൈര്യപ്പെട്ട് കൃപയിൽ ആശ്രയിച്ച് നിങ്ങൾ ഒരു ഹൃദയത്തോടെ നിൽക്കുക. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരെയും അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനോട് വെമ്പലോടെ നിൽക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിനക്ക് വേണ്ടി ഹൃദയം തുറന്നവരെ അവിടെ നിന്ന് ഇപ്പോൾ സ്വീകരിക്കണമേ കർത്താവേ. അവരെ മുദ്രയിടണമേ കർത്താവേ. അവരുടെ മേൽ തൃക്കരം വെക്കണമേ കർത്താവേ. നാഥ, സ്വർഗീയ മഹത്വത്തിന് വേണ്ടി അവരെ ഒരുക്കണമേ കർത്താവേ. എൻ്റെ നാഥൻ എഴുന്നള്ളി വരുമ്പോൾ രണ്ടാമത്തെ വരവെങ്കിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ.